അറഫ എന്നുള്ളത് ലോകത്ത് ഒരാൾക്കും സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യ കടലാണ്, മനുഷ്യ സഞ്ചയമാണ് യഥാർത്ഥത്തിൽ അറഫ. ആരൊക്കെയാ ഉള്ളത്? കാക്കയെ പോലെ കറുത്തവർ, കരിക്കട്ട പോലെ കറുത്ത മനുഷ്യരുണ്ടവിടെ, പാല് പോലെ വെളുത്ത മനുഷ്യരും അറഫ മൈതാനിയിലുണ്ട് അല്ലേ. തിബിത്തുകാരെ പോലെ വളരെ കുറുകിയ മനുഷ്യന്മാരും ഹൈറ്റ് കുറഞ്ഞ ആളുകളും അന്ന് ആ അറഫ മൈതാനിയിലുണ്ട്. എന്നാൽ അഫ്ഗാനികളെ പോലെ ആജാന ബഹുക്കളായ നല്ല ആരോഗ്യ ദൃഢഗാത്രരായ മനുഷ്യരും ആ അറഫയിലുണ്ട്. തടിച്ചവരുണ്ട്, വലിഞ്ഞവരുണ്ട്, സമ്പന്നരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, വലിയ വലിയ അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, വൃദ്ധയുണ്ട്. ലോകത്തിന്റെ ഒരു പരിച്ഛേദമാണ് യഥാർത്ഥത്തിൽ അറഫ. അറഫയിൽ പോയാൽ എല്ലാ ഭാഷക്കാരെയും കാണാൻ പറ്റും, എല്ലാ നിറക്കാരെയും കാണാൻ പറ്റും, എല്ലാ കോലത്തിലുമുള്ള മനുഷ്യരെയും അറഫയിൽ കാണാൻ കഴിയും. അങ്ങനെ യഥാർത്ഥത്തിൽ മഹ്ശറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹാസഞ്ചയമാണ്, മനുഷ്യ സഞ്ചയമാണ്. ലോകത്ത് ഒരാൾക്കും, ഒരു മതത്തിനും, ഒരു പ്രത്യയശാസ്ത്രത്തിനും സംഘടിപ്പിക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അതൊരു മഹാ അത്ഭുതമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിളിച്ചതാണ്. ഇബ്രാഹിം നബിയുടെ വിളംബരമാണ്. അള്ളാഹ് പറഞ്ഞു, അവര് നിന്റെ അടുത്ത് വരും, റിജാലൻ, നടന്നുകൊണ്ട് വരും, നടക്കാൻ പറ്റുന്നവർ നടന്നു വരും. വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്, വിദൂര ദിക്കുകളിൽ നിന്ന് അവരെ വെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് കയറിയിട്ടാണെങ്കിലും ഇബ്രാഹിം നബിയെ ആ പരിശുദ്ധ കഅബ മന്ദിരത്തിന്റെ ചാരത്തേക്ക് അവർ വന്നെത്തുക തന്നെ ചെയ്യും.